ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. പ്രതിച്ഛായ എന്ന് പറയുന്ന മൂവിയെ കണ്ടുവന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ഇവിടെ നിവിൻ പോളി നായകനാകുന്ന പുതിയ പടമാണ് സുഹൃത്തുക്കളെ. ഇത് ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് പറയുന്ന ഒരു ജോണർ വരുന്ന പടമാണ് സുഹൃത്തുക്കളെ. അപ്പോൾ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ബി ഉണ്ണികൃഷ്ണനാണ്. പുള്ളി തന്നെയാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ സ്റ്റാർ കാസ്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഹരിശ്രേഷവനുണ്ട്, ബാലേന്ദ്രമേനുണ്ട്, മണിയമ്പിള്ള രാജുണ്ട്, നിശാന്ത് സാഗർ ഉണ്ട്, സായികുമാർ ഉണ്ട്, ഷറഫുദ്ദീൻ ഉണ്ട്. അങ്ങനെ കുറച്ചധികം ആൾക്കാരാണ് സുഹൃത്തുക്കളെ പടത്തിനകത്ത് അഭിനയിക്കുന്നത്. സോ കമ്മിങ് ടു ദ മൂവി, ഇത് ആക്ച്വലി ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് പറയുന്ന ജോണർ എന്ന പടമാണ്. നമ്മൾ നേരത്തെ മറ്റേ ലയണും അങ്ങനെയൊക്കെയുള്ള പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടും അല്ലെങ്കിൽ അങ്ങനത്തെ പടങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം വർക്കാവും. വളരെ സിമ്പിൾ സ്റ്റോറിയാണ്. അച്ഛനായിട്ട് വരുന്നത് ബാലേന്ദ്ര മേനോനാണ്, ഇളയ മകനായിട്ട് വരുന്നതാണ് നിവിൻ പോളി, അപ്പൊ മൂത്ത മകനായിട്ട് വരുന്നത് നിശാന്ത് സാഗറാണ്. അപ്പൊ അച്ഛനായിട്ടുള്ള നമ്മുടെ ബാലേന്ദ്ര മേനോന്റെ കരിയറിൽ ബ്ലാക്ക് മാർക്ക് വീഴുന്നുണ്ട്. ദെൻ പുള്ളിക്കാരൻ വന്ന് ഇത് സോൾവ് ആക്കുന്നു. അങ്ങനെയുള്ള ഒരു സിമ്പിൾ കഥ പറഞ്ഞു പോകുന്ന ഒരു പടമാണ് സുഹൃത്തുക്കളെ. അച്ഛൻ മകൻ ആ ഒരു സംഭവമാണ് ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞു പോകുന്ന സ്റ്റോറി. പിന്നെ അതേപോലെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയാസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിക്കാൻ പറയുന്നതൊക്കെ ഉണ്ട്. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റേ വളച്ചൊടിച്ച് കുത്തിയൊടിച്ച് വേറെ രീതിക്കൊക്കെ വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ അവരുടെ TRP റേറ്റിങ്ങിന് വേണ്ടിയിട്ട് സം കൈൻഡ് ഓഫ് ഫേക്ക് ന്യൂസസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്ത് വിടും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് രീതിക്കുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു മറുപടി കൊടുക്കുന്ന പോലത്തെ ഒക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പടത്തിനകത്തുണ്ട്. ഇറ്റ്സ് എ വൺ ടൈം വാച്ചബിൾ മൂവി. അല്ലാതെ ഭയങ്കര കിടിലോക്കി സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ അതുപോലെ കുറേ സീനുകളൊക്കെ എനിക്ക് ഭയങ്കര ഡ്രാമാസ്റ്റിക് ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് കുറേ സ്ലോ മോഷൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് ഒക്കെ തുടങ്ങുമ്പോൾ തൊട്ട് എൻ്റെ പൊന്നളിയോ സ്ലോ മോഷൻ്റെ ഈരുകളിയോ, എന്തിനാണ് അവിടെ അത്രയും സ്ലോ മോഷൻ വേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നി സുഹൃത്തുക്കളെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിവിൻ പോളി വരുമ്പം ഇങ്ങനെ കുറച്ച് ആൾക്കാരെ നിൽക്കും, ഇങ്ങനെ കൈ കാണിക്കുന്ന എന്തൊക്കെ ഒരു ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ വന്നു ഒരു ഇത് പറഞ്ഞു, അല്ലെങ്കിൽ ഇത് കാണിച്ചു, അല്ലെങ്കിൽ വേറൊരു സംഭവം പറഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് കാണിച്ചു, ഓക്കെ. ഇത് ഇങ്ങനെ തന്നെ അങ്ങ് വീണ്ടും പൊക്കോണ്ടിരിക്കുക, വീണ്ടും അത് കഴിഞ്ഞ് വീണ്ടും പൊക്കോണ്ടിരിക്കുക. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ കുറച്ച് അൺവാണ്ടഡ് സീൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എന്നാൽ പോലും ഇറ്റ്സ് ഓക്കെ, കണ്ടിരിക്കാം. ഒരു ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ സാധനമാണ്. അങ്ങനെ ബാലേന്ദ്ര മേനോൻ ആക്ച്വലി കുറേ വർഷങ്ങൾക്ക് ശേഷം ഐ തിങ്ക് ഞാൻ പുള്ളിയുടെ ഒരു പടം തിയേറ്ററിൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ കാണുന്നത്. അല്ലാതെ പുള്ളിയുടെ തിയേറ്ററിൽ പോയി കണ്ട വേറെ പടം എനിക്ക് ഓർമ്മയില്ല. ബട്ട് എഗെയിൻ ഫസ്റ്റ് ടൈം ആണ്. സോ ഫസ്റ്റ് ടൈം ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ബാലേന്ദ്ര മേനോൻ അഭിനയിച്ച ഒരു പടം തിയേറ്ററിൽ കാണുന്നത് ഒരു രക്ഷയില്ല. മറ്റേ പുള്ളിയുടെ ഒരു ഐക്കോണിക് സംഭവം ഉണ്ടല്ലോ, മറ്റേ നെഞ്ചത് തിരുമുന്ന സാധനം, ആ സാധനം മാത്രമേ ഈ പടത്തിൽ കാണാൻ പറ്റില്ല. അതും കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ സെറ്റായേനെ. ഹരിശ്രേഷവൻ ചേട്ടൻ ചെറിയ ഒരു നെഗറ്റീവ് ഷെയ്ഡൊന്ന് തോന്നിക്കത്തക്ക രീതിക്ക്, എന്നാലൊട്ടും നെഗറ്റീവും അല്ല, എന്നാലൊട്ടും നെഗറ്റീവ് ആണെന്നും പറയാം. അങ്ങനത്തെ ഒരു ചെറിയൊരു സാധനമാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ആൻ അഗസ്റ്റിനുണ്ട്. വലിയ റോളൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഓക്കെ, നൈസാണ്. പിന്നെ ഷറഫുദ്ദീൻ ആക്ച്വലി ഇതിനകത്ത് നല്ലൊരു റോളാണ് ചെയ്തേക്കുന്നത്. പക്ഷേ പുള്ളിക്കാരൻ വന്ന സീനൊക്കെ നൈസാണ്. ബട്ട് പുള്ളിക്കാരൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യത്തക്ക രീതിക്കുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പുള്ളിക്കാരൻ ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ കുറച്ച് ഓവർ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കുറച്ചും കൂടെ ഒക്കെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു പുള്ളിയുടെ സൈഡിൽ നിന്ന്. ബട്ട് പുള്ളിക്ക് കൊടുത്ത സാധനങ്ങൾ പുള്ളി നൈസായിട്ട് ചെയ്തു. ബട്ട് എന്നാലും കുറച്ചുകൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നൈസായതിനെ. പിന്നെ അതുപോലെ മണിയമ്പിള്ള രാജു അത്യാവശ്യം നൈസൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. നിശാന്ത് സാഗറും ഓക്കെയാണ്. സായികുമാർ ഒരു ഓപ്പോസിറ്റ് പാർട്ടി ലീഡറായിട്ട് വരുന്നതുണ്ട്. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല ഡീസൻറ്റ് റോളാണ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഈ പറഞ്ഞതുപോലെ ഒരു വൺ ടൈം സാധനമാണ്. നമ്മൾ കണ്ടിട്ടുള്ള പടത്തിൻ്റെയൊക്കെ ആ ഒരു ടെംപ്ലേറ്റ് സാധനങ്ങൾ തന്നെയാണ്. ഭയങ്കര എക്സ്ട്രാ സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ അച്ഛൻ മകൻ ബോണ്ടിങ് ഒരാളുടെ ലൈഫിലുണ്ടാകുന്ന ഒരു മോശപ്പെട്ട സംഭവം, അത് അങ്ങനല്ല, ഇതിങ്ങനെയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വേറെ ആൾ അയാളുടെ സ്ഥാനത്തേക്ക് വരുന്നു. അങ്ങനെ പറഞ്ഞു പോകുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഈ പടത്തിനകത്ത് പറഞ്ഞു പോകുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഡയറക്ടർ ഒരു ഇൻ്റർവ്യൂവിലോ പ്രസ് മീറ്റിലോ എന്തോ പറഞ്ഞതാണ്, ഇത് 2017-ലോ 2011-ലോ എങ്ങാണ്ടോ വേറെ ആൾ സ്റ്റോറി പറയാൻ വന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അതെന്തോ രീതിക്ക് അത് വർക്കാവാതെ പോയി. ദെൻ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ചെറിയൊരു പ്ലോട്ട് എന്തോ
ബി ഉണ്ണികൃഷ്ണന് വർക്കായി. ദെൻ പുള്ളി ഇരുന്നാണ് ആ ഒരു പ്ലോട്ട് വെച്ചിട്ടാണ് റൈറ്റ് ചെയ്ത് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റാണ് എന്നാണ് കേൾക്കുന്നത്. എനിവേ ഞാൻ പറഞ്ഞ പോലെ വൺ ടൈം സാധനമാണ്, ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി സാധനങ്ങളൊന്നും പ്രതീക്ഷിച്ച് പോകേണ്ട. ഒരു പൊളിറ്റിക്കൽ മൂവി കാണാൻ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പൊളിറ്റിക്കൽ ഡ്രാമ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കാണാൻ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം കാണാവുന്നതാണ്. സോ യെസ് കേസ്, അപ്പോൾ അതാണ് പ്രതിച്ഛ എന്ന് പറയുന്ന മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണുക സുഹൃത്തുക്കളെ. യെസ് കേസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.